നാട്ടിലേക്കുള്ള യാത്രയിലാണ് നിളയും സനിയും ജിതിനും. നിള കൂടി വരുന്നതിന് തീരുമാനം ആയപ്പോൾ പിറ്റേന്ന് വെളുപ്പിനാണ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്തത്. 2 ആഴ്ച ലീവ് അപ്ലൈ ചെയ്യാനാണ് നിള ചെയ്തത്. നാട്ടിൽ ചെന്നിട്ടുള്ള സിറ്റുവേഷൻ നോക്കിയിട്ട് മതി റെസിഗ്നേഷൻ എന്നവൾ തീരുമാനിച്ചു. നാട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ശേഷം അവർ ടാക്സി ഒരെണ്ണം പിടിച്ചു. നിളയ്ക്കൊപ്പം ജിതിൻ്റെ വീട്ടിലേക്ക് സനി കൂടെ ചെന്നു. ആളെ ഒറ്റയ്ക്കാക്കാൻ തോന്നിയില്ല അവനെ. ഒന്നിച്ചുണ്ടായ മണിക്കൂറുകളിൽ ഒരിക്കൽ പോലും നിള ജിതിനെ നോക്കിയതായി പോലും കണ്ടില്ല സനി. ആകെ ഒരു നിശബ്ദമായിരുന്നു യാത്രയിൽ ഉടനീളം. മുന്നത്തെ നിള ജിതിൻ വൈബ് വെറുതെ ഒന്ന് ഓർത്തുപോയി സനി. ജിതിൻ വല്ലാതെ വീർപ്പ് മുട്ടി ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട്. നിള തീർത്തും മൗനമാണ്. ഒരിക്കൽ മിണ്ടിയും പറഞ്ഞു തുടങ്ങിയവൾ വീണ്ടും പഴയ രീതിയിലേക്ക് തിരിഞ്ഞു പോകുമെന്ന് പോലും തോന്നി സനിക്ക്. വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞതും നിള സനിയെ നോക്കി. അവളിൽ ടെൻഷൻ നിറയുന്നത് സനി പെട്ടെന്ന് തിരിച്ചറിയാനായി. അവൻ അവളെ ഒന്ന് ആശ്വസിപ്പിക്കും വിധം കണ്ണടച്ചു കാണിച്ചു. എന്തിനാ ഈ ടെൻഷൻ? നമ്മുടെ വീടല്ലേ, എല്ലാവരും നിന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കല്ലേ എന്നൊക്കെ പറയാനും ചോദിക്കാനും തോന്നിയെങ്കിലും മിണ്ടാനാകാതെ ജിതിൻ ഇരുന്നു. ടാക്സി ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറിയതും പുറത്തേക്ക് വേഗത്തിൽ വരുന്ന നീലിമയെ കണ്ട് ഒരു നിമിഷം നിള ശ്വാസം പിടിച്ചു വെച്ചുപോയി. ആകെ ക്ഷീണിച്ചു മെല്ലിച്ചു പോയ ആ രൂപത്തിൽ വയറ് മാത്രം ഉന്തിത്തള്ളി കാണാം. നീലിമ വന്ന് ഡോറിൽ കൈവച്ച് നിന്നതും നിള വേഗം ഇറങ്ങിച്ചെന്നു. ഒരു വാക്ക് മിണ്ടാൻ പോലും സമ്മതിക്കാതെ നിളയെ നീലിമ മുറുകെ കെട്ടിപ്പിടിച്ചു. കുറച്ച് ചെരിഞ്ഞു നിൽക്കുന്ന നീലിമയുടെ വയർ നിളയുടെ മേലേക്ക് അമിങ്ങിയതും ഉള്ളിലെ കുഞ്ഞിൻ്റെ അനക്കം നല്ലതുപോലെ നിലയ്ക്ക് അറിയാനായി. കൈയെടുത്ത് ആ വയറിലേക്ക് വയ്ക്കാൻ പോലും നിലയ്ക്ക് സാവകാശം നൽകാതെ അവളുടെ മുഖം കയ്യിലെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടുകയാണ് നീലിമ. ടാക്സി ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് നീലിമ ബോധം വന്നപോലെ ചുറ്റും നോക്കിയത്. അവരെ രണ്ടുപേരെയും നോക്കി ജിതിൻ കണ്ണു തുടയ്ക്കുന്നുണ്ട്. അവന് കുറച്ച് നീങ്ങി സനി നിൽപ്പുണ്ട്. വാ, അകത്തേക്ക് വാ. നിളയെ വിടാതെ പിടിച്ചുകൊണ്ട് നീലിമ സനിയെ അകത്തേക്ക് വിളിച്ചു. മോളെ. ധൃതി വച്ച് നടക്കാൻ ബുദ്ധിമുട്ടി വരുന്ന അമ്മമ്മയെ കൂടി കണ്ടത് നിളയ്ക്ക് സങ്കടം കൂടി. എൻ്റെ കുഞ്ഞേ. അവരും മതിവരാതെ നിളയെ ഉമ്മ വെച്ചു. വാടോ. ജിതിൻ അകത്തേക്ക് കയറിക്കൊണ്ട് സനിയെ വിളിച്ചു. ഞാൻ കയറാൻ നിൽക്കുന്നില്ല, വീട്ടിലൊന്ന് കയറിയിട്ട് വേണം മമ്മിയുടെ അടുത്തേക്ക് പോവാൻ. അത് പറ്റില്ല, കഴിച്ചിട്ട് പോവാം. അമ്മമ്മ പറഞ്ഞതും സനി ഒന്നും പറയാതെ നിളയെ ഒന്ന് നോക്കി. നീലിമയുടെ കൈപിടിയിൽ തന്നെയാണ് അവൾ. ഒന്നും മിണ്ടാതെ കുറ്റം ചെയ്ത കുട്ടിയെപ്പോലെ മുഖം കാണിച്ച് നിൽപ്പാണ്. ഷീജയും വേഗം അകത്തുനിന്ന് വന്നു. കുളി കഴിഞ്ഞുള്ള വരവാണ്. നനഞ്ഞൊരു തോർത്ത് കയ്യിലുണ്ട്. സനി കൂടി നിൽക്കുന്നത് കൊണ്ട് ഒന്നും പറയാതെ മുഖം കുറിപ്പിച്ച് നിലയുടെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചു വിടാണ് ഷീജ ചെയ്തത്. ആൻറ്റിയെ മാത്രം അവളൊന്ന് കണ്ണ് മാത്രം ഉയർത്തി നോക്കി. വാ മോനെ. ഷീജ കൂടി വിളിച്ചപ്പോൾ സനി അകത്തേക്ക് കയറി. നീലിമ നിലയെ കൂട്ടി റൂമിലേക്ക് പോയി. നീലിമ റൂമിൻ്റെ ഡോർ ചായതും നില താഴേക്ക് മുട്ടുകുത്തിയിരുന്ന് നീലിമയുടെ 2 കൈയിലും പിടിച്ച് വയറിലേക്ക് മുഖം പൂഴ്ത്തി. നിളേ ഡി. വയറിൽ മുഖം ചേർത്ത് വെച്ച് കരയുന്നവളെ നീലിമ ഇത്തിരി പാടുപെട്ട് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. എടി മോളെ, കുഞ്ഞേ. നീലിമ ബെഡിലേക്ക് ഇരുന്ന് അവളെ മടിയിലേക്ക് ചേർത്ത് പിടിച്ചു. നില ആ മടിയിലേക്ക് ചാഞ്ഞു കിടന്ന് ആ വയറിൽ കൈ ചുറ്റി പിടിച്ചു. സോറി ചേച്ചി. നില, നീ എന്നെ നോക്കിയേ. നീലിമ അവളുടെ മുഖം കയ്യിലെടുത്ത് പിടിച്ചു. എൻ്റെ ഉള്ളിലുള്ള ഈ കുഞ്ഞിനേക്കാൾ മറ്റെന്തിനേക്കാളും നീലിമയ്ക്ക് വലുത് നീ തന്നെയാ. നിന്നെ മറന്ന് മറ്റൊന്നും ചേച്ചിയുടെ ജീവിതത്തിൽ ഇല്ല മോളെ. പിന്നെ എന്നോട് നീ ഒന്നും പറഞ്ഞില്ല? പോട്ടെ, അതൊന്നും നിൻ്റെ ഉള്ളിലില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ. ജിതിനേട്ടൻ അന്നേരം പറഞ്ഞു കേട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ നീ എന്നെ മറന്നു? അതോ തല്ല് പിടിക്കാൻ എപ്പോഴും പറയുന്ന പോലെ ജിതിനേക്കാൾ ഒരുപാട് തട്ട് മാറിയാണോ ഞാനുള്ളത്? ചേച്ചി, ഞാൻ നീലിമയ്ക്ക് നിലയെ ചുറ്റിപ്പിടിച്ച് കരയാൻ മാത്രം കഴിഞ്ഞുള്ളൂ. കരയില്ലടി, വേണ്ട. ഇനി ചോദ്യം പറച്ചിലൊന്നും വേണ്ട. നീ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. പിന്നെ ജിതിനേട്ടൻ അന്നേരം അറിയാതെ വായിൽ എന്തൊക്കെയോ വന്നു പോയതാണ്. ഈ നിമിഷം വരെ ഉരുക്കി തന്നെയാണ് നിൽക്കുന്നത്. ഒന്നും മനസ്സിൽ വയ്ക്കില്ലേടി. നിനക്കറിയാത്തതാണോ ജിതിനേട്ടനെ? എൻ്റെ മോള് തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. അതെ, രണ്ടും കൂടി ഇവിടെ കരഞ്ഞു വിളിച്ചിരിക്കുക. ഷീജ വന്ന് നിലയെ താഴെ എഴുന്നേൽപ്പിച്ചു. കയ്യിലിരുന്ന് തോർത്തുകൊണ്ട് അവളുടെ മുഖം തുടച്ചു കൊടുത്തു. ജിതിനും മോളും തമ്മിൽ എന്ത് വഴക്കാണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ലേ. പക്ഷേ ഇനി എന്തിൻ്റെ പേരിലായാലും ഇവിടെ നിന്ന് മാറിപ്പോവാന്ന് നിളമോൾ കരുതേണ്ട കേട്ടോ. പിന്നെ അവൻ പലതും പറഞ്ഞ് ഞാൻ തല്ലിക്കോളാം അവനെ. അവന് കൊച്ചവൻ ആയിരുന്നെന്ന് ഞാൻ നോക്കില്ല. നിങ്ങൾ 2 ആളും അവൻ കാരണം വിഷമിച്ചെന്ന് പറയാൻ മാമ മിണ്ടാണ്ട് കൂടിയില്ല അവനോട്. ജിതിനേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനാ. അതെ, തല്ല് കൂടി നിന്നാലും നീ അവൻ്റെ പക്ഷം പറയുള്ളൂ. നിള പിന്നെയും എന്തോ പറയാമെന്നും ഷീജ അവളുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ നൽകി. ഒന്നും പറയണ്ട, ഒന്നും അറിയണ്ട. നിങ്ങൾ മുൻപേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വേണം എന്നും. അവരെന്തി ആൻറ്റി?
നിങ്ങളെ നോക്കിയിരിക്കുക കഴിക്കാൻ. മോള് പോയെന്ന് മുഖം കഴുകുക. നീലിമയും കഴിച്ചിട്ടില്ല. വിശന്നിരിക്കേണ്ട സമയമല്ല ഇത്. ഞാനിപ്പോൾ വരാം. നില വേഗം പോയി മുഖം നന്നായി കഴുകി വന്നു. നീലിമയുടെ കയ്യിൽ പിടിച്ചാണ് നില ഡൈനിങ് ഹാളിലേക്ക് വന്നത്. ജിതിനും സനിയും അവിടെ ഇരിപ്പുണ്ട്. അമ്മമ്മ സനിയുടെ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. നില നീലിമയെ ഇരുത്തിയിട്ട് അമ്മമ്മയ്ക്ക് അടുത്തായി ഇരുന്നു. അമ്മമ്മ ഒന്നും പറയാതെ അവളുടെ തലയിലൊന്ന് തലോടി. ലീവ് എടുത്താൽ വന്നതെന്ന് ഇവർ പറഞ്ഞു. ഞാൻ വിടില്ല. നില പയ്യെ ഒന്ന് പുഞ്ചിരിച്ചു. ജിതിനും സനിയും അവളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു. ഷീജ എല്ലാവർക്കും അപ്പവും കറിയും വിളമ്പി. കഴിച്ചു കഴിയും വരെ ആർക്കും സംസാരിക്കാനൊന്നും ഉണ്ടായില്ല. അമ്മമ്മ മാത്രം എല്ലാവർക്കും വീണ്ടും വിളമ്പിയും കഴിപ്പിച്ചും ഒപ്പമിരുന്നു. കഴിച്ചു കഴിഞ്ഞ് നിലയോട് വിളിക്കാമെന്ന് കാട്ടി ബാക്കിയുള്ളവരുടെ യാത്ര പറഞ്ഞ് സനി വേഗം പോകാനിറങ്ങി. സനി പോയതിൻ്റെ പിന്നാലെ തന്നെ അച്യുതൻ വീട്ടിലേക്ക് കയറി വന്നത്. നിലയെ കണ്ടതും സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. ഇനി ഇതുപോലെ പിണങ്ങിപ്പോയാൽ നല്ല അടി വാങ്ങും കേട്ടോ. അല്ലെങ്കിൽ ഇനി തല്ലുകൂടുമ്പോൾ ഇവനെ ഓടിച്ചു വിടാം. എന്നാലും എൻ്റെ മോളെ നീ. അച്യുതൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഇനി മോള് പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് കിടന്നു. നീലിമയും ചെല്ല്, നേരം കുറച്ചായി നിൽപ്പ്. അമ്മമ്മ രണ്ടാളെയും പറഞ്ഞു വിട്ടു. ജിതിൻ ഇതെല്ലാം കണ്ടും കേട്ടും നിൽപ്പാണ്. നിലയുടെ നോട്ടം അവനിലേക്ക് ഒരിക്കൽ പോലും വന്നില്ലെന്നത് ഇത്തിരിയൊന്നുമല്ല അവനെ വേദനിപ്പിച്ചത്. നില നീലിമയെ കൂട്ടി റൂമിലേക്ക് ചെന്ന് അവളെ വീട്ടിലേക്ക് കിടത്തി. ഞാൻ റൂമിൽ പോയി ഫ്രഷായിട്ട് വരാട്ടോ. നില നീലിമയോട് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് കയറി ചെന്നതും അവൾ കണ്ടത് ബെഡിലിരിക്കുന്ന വലിയ മിൽക്കി ബാറിൻ്റെ പാക്കും ഒരു സോറി എന്ന സ്റ്റിക്കുമാണ്. അത് നോക്കി ഡോറിലേക്ക് ചാഞ്ഞു നിന്നുപോയി നില. തുടരും. സ്നേഹത്തോടെ, അഭിനവി.